പ്രിയപ്പെട്ട മുസ്ലിം സഹോദരി സഹോദരന്മാരോടാണ് വളരെ താഴ്മയായി പറയാനുള്ളത്. ദയവ് ചെയ്ത് നിങ്ങൾ അല്പത്തരം കാണിക്കരുത്. കേരളത്തിന്റെ മതസൗഹാർദ്ദവും സഹിഷ്ണുതയും പരസ്പര വിശ്വാസവും സ്നേഹവും സഹവർത്തിത്വവും ഏതെങ്കിലും ഒരു ആഘോഷവേളയിൽ ഓണം വരുമ്പോ, വിഷു വരുമ്പോ, ക്രിസ്മസ് വരുമ്പോ ഏതെങ്കിലും സഹോദര മതസ്ഥരുടെ ചടങ്ങുകളെ നാം അനുകരിച്ചത് കൊണ്ടല്ല നമ്മെ അവർ സ്നേഹിച്ചതും നാം അങ്ങോട്ട് സ്നേഹിക്കുന്നതും. ദയവ് ചെയ്ത് അത്തരത്തിലുള്ള അല്പത്തരം കാണിക്കരുത് എന്നാണ് വളരെ സ്നേഹത്തോടെ ആവർത്തിച്ചു പറയാനുള്ളത്. നിങ്ങൾ നോക്ക്, നമ്മുടെ നാടിനൊരു പാരമ്പര്യമുണ്ട്. അത് മറ്റുള്ള മതത്തിന്റെ ആഘോഷങ്ങളെ കടമെടുത്തിട്ടല്ല. എല്ലാ മതങ്ങൾക്കും ആഘോഷങ്ങളും സന്തോഷങ്ങളുമുണ്ട്. പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും അസഹിഷ്ണുതയില്ലാതെയും ഒക്കെയാണ് നാം മുന്നോട്ട് പോയിട്ടുള്ളത്. ഏതെങ്കിലും മതത്തിന്റെ ആചാരത്തെ നമ്മൾ കടമെടുത്തിട്ട് ഞങ്ങൾ വലിയ മതേതരവാദികളാണ് എന്ന് പറയുന്നവരാണ് വാസ്തവത്തിൽ മതേതരത്വത്തിനും സഹിഷ്ണുതയ്ക്കും എതിരായിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ആചാരത്തെ ഏറ്റെടുത്തിട്ടൊന്നും അല്ല നമ്മളെ അവർ സ്നേഹിച്ചിട്ടുള്ളത്. കാരണം അത്ര ഒരു കുടുസായ ചിന്താഗതിയല്ല ഇവിടുത്തെ ഹൈന്ദവരും ക്രൈസ്തവരും നമ്മോട് കാണിക്കുന്നത്. വിശാലമായ മനസ്സുള്ളവരാണ്. നിങ്ങൾ നോക്ക്, ഇതിന്റെ അർത്ഥം പരസ്പരം സഹായിക്കണ്ടെന്നോ സ്നേഹിക്കണ്ടെന്നോ സേവനം ചെയ്യണ്ടെന്നോ അവരുടെ വിഷയങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണ്ട എന്നൊന്നുമല്ല. നമ്മൾ അങ്ങനെ നമ്മുടെ മുൻകാലം നോക്ക്, നമ്മൾ എത്രത്തോളം ആഘോഷങ്ങളിൽ പങ്കാളികളായിട്ടിരുന്നവരാണ്. ഏതെല്ലാം ആഘോഷങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾ നോക്ക്, ശബരിമലയില് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സ്വാമിമാർ അവർ മല കയറാൻ വേണ്ടി ഇരുമുടിക്കെട്ടും കെട്ടിയിട്ട് അവർ പോകുമ്പോൾ അവർക്ക് എത്രയോ വെള്ളമില്ലാത്ത, ഭക്ഷണം കിട്ടാൻ പ്രയാസമുള്ള ഊടുവഴികളിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാര് വരെ വാഹനത്തിൽ ദൂരദിക്കിൽ നിന്നും വന്ന് വെള്ളവും ഭക്ഷണവും കൊടുത്ത് അവരെ സ്നേഹിക്കുകയും അവരോടുള്ള സഹകരണവും അവരോടുള്ള മനുഷ്യത്വപരമായിട്ടുള്ള സഹജീവി സ്നേഹവും പുലർത്തിയവരാണ് നമ്മൾ. ആ വീഡിയോകളൊക്കെ ഈ വർഷവും വൈറലായിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്കറിയാം ആറ്റുകാൽ പൊങ്കാല. നിങ്ങൾ നോക്ക്, ആ തിരുവനന്തപുരം ഭാഗത്ത് ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന പരിസരത്തുള്ള പല പള്ളികൾ പോലും അവർക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുകയും മുസ്ലിം വീടുകൾ അവർക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുകയും വലിയ സന്തോഷകരമായി അവരോട് ഇടപെട്ട് സഹകരിക്കുകയും ചെയ്തു. ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചെയ്യുന്നതാണ്. എല്ലാ മതങ്ങൾക്കും ഓരോ ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിയുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അത് മുസ്ലിം വിശ്വാസികളായിരുന്നാലും ശരി, അത് ഹൈന്ദവ സഹോദരങ്ങളായിരുന്നാലും ശരി, അത് ക്രൈസ്തവ സഹോദരങ്ങളായിരുന്നാലും ശരി, അവർക്കൊക്കെ സ്വകാര്യമായ പ്രാർത്ഥനയുടെ ഇടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കറിയുന്ന കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മാത്രമല്ല, ഞാൻ ജോലി നോക്കുന്ന കൊല്ലം ജില്ലയിലെ തട്ടാമല എന്ന് പറയുന്ന പള്ളി വളരെ പുരാതനമായ പ്രശസ്തമായ പള്ളിയാണ്. ആ പള്ളിയിൽ എല്ലാ വർഷവും റമദാൻ മാസത്തില് ഭദ്രകാളി ക്ഷേത്രത്തിലേക്കുള്ള ആഘോഷോത്സവം മറ്റു വരുമ്പോൾ സന്ധ്യാസമയത്താണ് അവർ കടന്നു വരുന്നത്. പള്ളിയിലെ നോമ്പുകഞ്ഞി കൊടുത്തിട്ടാണ് അവരെ സ്വീകരിക്കുന്നത്. അവർ പള്ളിയുടെ മുമ്പിലേക്കാണ് പോകുന്നത്. വളരെ സന്തോഷത്തോടെ വിശ്വാസികൾ കുടിക്കുന്ന നോമ്പുകഞ്ഞി കൊടുത്തിട്ടാണ് പോകുന്നത്. എന്ന് മാത്രമല്ല, ഇതേ പള്ളിയിൽ ഞാൻ മറ്റു ചില ടോക്കുകളിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇതേ പള്ളിയിൽ തന്നെ വിശ്വാസികളുടെ സുപ്രധാനമായ ആരാധനയാകുന്ന നോമ്പ്, ആ നോമ്പിൽ തന്നെ 27-ാം രാവ് ഏറ്റവും പുണ്യമായ ഒരു ദിവസമാണ് രാവാണ്. ആ 27-ാം രാവിലെ വിശ്വാസികൾ നോമ്പ് തുറക്കുന്നത് തൊട്ടടുത്തുള്ള ദേവേന്ദ്രൻ എന്ന് പറയുന്ന സഹോദരൻ കൊണ്ടുവരുന്ന ഭക്ഷണം കൊണ്ട് 40 വർഷമായിട്ട് നോമ്പ് തുറപ്പിക്കുകയാണ് അദ്ദേഹം. ഇതൊക്കെ നമ്മുടെ നാടിന്റെ മനോഹരമായ അവസ്ഥയാണ്. ഇത് ഓണത്തിന് അവർ നമ്മളെ സ്വീകരിക്കണമെങ്കിൽ ഓണക്കോടി കൊടുക്കണമെന്നോ, അല്ലെങ്കിൽ വിഷുവിന് അവരൊരുക്കുന്നത് പോലെ അവരുടെ ആരാധനാ പാത്രങ്ങളെ നിരത്തി വെച്ചുകൊണ്ട് അങ്ങനെയുള്ള ചേഷ്ടകൾ നടത്തുമ്പോഴാണ് അവർക്ക് ഇഷ്ടമാകുന്നതെന്നോ, ഇതൊക്കെ വാസ്തവത്തിൽ അല്പത്തരമാണ്. വാസ്തവത്തിൽ അവർക്ക് അതിനോട് താല്പര്യക്കുറവാണ്. നമ്മൾ അവരുടെ ആരാധനകളെ കടമെടുക്കുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അത് അവരുടെ ഒരു സ്വകാര്യ രീതിയാണത്. വാസ്തവത്തിൽ അങ്ങനെ ചെയ്യുന്നത് മതേതരത്വത്തിന് എതിരാണ്. മറിച്ച് മനുഷ്യ സ്നേഹം നമ്മൾ അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തു കൊടുക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ ഘോഷയാത്രയിൽ എത്രയോ സഹോദര മതസ്ഥരായ സഹോദരങ്ങളും സഹോദരിമാരും അവർക്ക്, നമ്മുടെ മക്കൾക്ക്, ചെറിയ മക്കൾക്ക്, പ്രവാചകന്റെ മധുപാതി വരുന്നവർക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്, വെള്ളം കൊടുക്കുകയാണ്, നോട്ടുമാലകൾ ഇട്ടുകൊണ്ട് ആ മക്കളെ വാരിപ്പുണരുകയാണ്. എത്ര വലിയ സ്നേഹത്തിന്റെ അടയാളപ്പെടുത്തലുകളാണ്. മാത്രമല്ല, ശ്രീകൃഷ്ണ ജയന്തിയില് നമ്മുടെ പ്രിയപ്പെട്ട സഹോദര മതസ്ഥരുടെ മക്കൾ വരുന്നു, ആ ഘോഷയാത്രയെ സ്വീകരിക്കുന്നു, അവർക്ക് വെള്ളം കൊടുക്കുന്നു, അവർക്ക് സന്തോഷങ്ങൾ അറിയിക്കുന്നു. ഇങ്ങനെ പരസ്പരം സപ്പോർട്ട് ചെയ്തും സഹകരിച്ചുമാണ്. നോക്കൂ, നമ്മുടെ നാട് കാണാത്ത വലിയ ഭീകരമായ ഒരു പ്രളയം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പ്രളയത്തില് മതം നോക്കിയല്ലല്ലോ, രാഷ്ട്രീയം നോക്കിയല്ലല്ലോ, നമ്മുടെ സഹജീവികളാണ്, മനുഷ്യരാണെന്ന വികാരത്തിൽ നമ്മൾ അവരെ ചേർത്ത് നിർത്തിയവരാണ്. കൊറോണ വന്നു, നമ്മൾ തളർന്നില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സഹനത്തിന്റെയും ക്ഷമയുടെയും സഹകരണത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും ദാനധർമ്മത്തിന്റെയും വിഷയത്തിൽ മുസ്ലിം വിശ്വാസികൾ ഒരുപടി ഈ വിഷയങ്ങളിൽ മുന്നിലാണ്. എന്താണ് കാരണം? അവർ പരലോകത്തിൽ അത്രത്തോളം അഗാധമായി അവർ വിശ്വസിക്കുന്നവരാണ്. പൂർണ്ണമായും ഏത് മതസ്ഥരിൽപ്പെട്ട ഒരാളിന് ഒരു തുള്ളി വെള്ളം കൊടുത്താൽ,
അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ഭക്ഷണം കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു രൂപ ഒരാൾക്ക് കൊടുത്താൽ അത് പരലോകത്തിൽ ഇരട്ടിക്കിരട്ടിക്ക് പ്രതിഫലം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടെയുള്ള മുസ്ലിം വിശ്വാസികൾ. അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു പടി മുന്നിലാണ്. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ അവരുടെ ആഘോഷങ്ങളെ കടമെടുത്തിട്ട് ബൗണ്ടറിക്ക് പുറത്തു നിന്നുകൊണ്ടായിരിക്കരുത് മതേതരത്വത്തെ മനസ്സിലാക്കാൻ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുക. മാത്രമല്ല, ഈ രൂപത്തില്, ഈ സ്നേഹത്തില്, ഈ പരസ്പര വിശ്വാസത്തില് ഈ രൂപത്തിലുള്ള അല്പത്തരമൊക്കെ കാണിക്കുന്നതിന് മുമ്പുള്ളൊരു കാലമുണ്ടായിരുന്നു. ആ ഒരു കാലത്ത് സ്നേഹപ്പുണ്ടോ? പല ആളുകളും പല ജാടകളും കാണിച്ച് ഞങ്ങള് വലിയ മതേതരത്തിന്റെ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഈ കാലത്ത് പരസ്പര വിശ്വാസം കൂടുന്നുണ്ടോ, കുറയുന്നുണ്ടോ? വാസ്തവത്തിൽ സഹകരണത്തിന്റെയും സ്നേഹത്തിന്റെയും ആ കാലത്ത് ഈ പറയപ്പെട്ട ജാടകൾ കാണിക്കാതിരുന്ന, അല്പത്തരം കാണിക്കാതിരുന്ന ആ കാലഘട്ടത്തിൽ നമ്മൾ എത്രത്തോളം പരസ്പരം ഹൃദയം തുറന്ന് സ്നേഹിച്ചവരായിരുന്നു. നമുക്ക് ആ ഒരു നല്ല കാലമാണ് വേണ്ടത്. എല്ലാ മതത്തിലും ഉണ്ടല്ലോ. നമുക്കിപ്പോ ശബരിമലയിലേക്ക് ഒരു സ്ത്രീയെ പ്രവേശിപ്പിക്കണമെന്ന് നമുക്ക് പറയാൻ ഒരിക്കലും കഴിയില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട വേദങ്ങളാണ് സംസാരിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഇതര മതസ്ഥരിൽപ്പെട്ട ഒരാള്, അമ്പലത്തിന്റെ ഒരു ബൗണ്ടറി ഉണ്ട്, ക്ഷേത്രത്തിന്റെ ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിയുടെ ഉള്ളിലേക്ക് ഒരു മുസ്ലിമോ മറ്റുള്ളൊരു മതക്കാരനോ കടന്നുപോയാൽ അവിടെ ഒരു ചെറിയ ശുദ്ധികലശം നടത്തേണ്ടതുണ്ട്. അത് അവരുടെ മതത്തിന്റെ ഭാഗമാണ്, അത് കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഈ അടുത്ത് ഒരു സഹോദരി ഗുരുവായൂർ ക്ഷേത്രത്തിലോ മറ്റോ കയറിയതിന്റെ പേരിൽ അവിടെ എന്തെല്ലാം കർമ്മങ്ങളാ ചെയ്തത്, എന്തെല്ലാം കാര്യങ്ങളാ ശുദ്ധികലശം നടത്തിയിട്ടുള്ളത്, അതൊക്കെ അവരുടെ മതത്തിന്റെ ഭാഗമാണ്. ദയവ് ചെയ്ത് നിങ്ങൾ അവരെ പ്രയാസപ്പെടുത്തരുത്. അവരുടെ സ്വകാര്യ ആരാധനകളിൽ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നിങ്ങൾ പുതിയ ഒരു മതേതരത്വത്തിന്റെ ഡെഫിനിഷൻ നിങ്ങൾ ഉണ്ടാക്കരുത്. അത് വെറും അല്പത്തരമാണ്, തരംതാണ രൂപമാണ്. അത് വാസ്തവത്തിൽ പരസ്പര സ്നേഹത്തിനും വിശ്വാസത്തിനും എതിരാകുന്ന രൂപം വരും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കലും ഒരു മതത്തിന്റെ ആഘോഷങ്ങൾക്കോ ആരാധ്യ വസ്തുക്കൾക്കോ ആരാധനാലയങ്ങൾക്കോ മതസഹോദരങ്ങൾക്കോ ചെറിയ പ്രയാസം പോലും ഒരു മുസ്ലിം ഉണ്ടാക്കാൻ പാടില്ലാത്തതാണ്. അത് പടച്ചവന്റെ മുമ്പിൽ കുറ്റകരമാണ്. സൗഹാർദ്ദത്തിന് അത് എതിരാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ആഘോഷങ്ങൾ, അവരവരുടെ മതസ്ഥരുടെ ആഘോഷങ്ങൾ സന്തോഷമായി നടക്കട്ടെ, സന്തോഷത്തോടെ മുന്നോട്ട് പോകട്ടെ. നമുക്ക് കഴിയാൻ പറ്റുന്ന സാന്ത്വന പ്രവർത്തനങ്ങൾ, സ്നേഹപ്രകടനങ്ങൾ, അവർക്ക് ഭക്ഷണം കൊടുക്കുക, വെള്ളം കൊടുക്കുക, അവരെ ചേർത്ത് നിർത്തുക, അവർക്ക് സാമ്പത്തികമായ സഹായങ്ങൾ നൽകുക, രോഗിയാണോ അവരെ ചികിത്സിക്കുക, കടമുണ്ടോ തീർത്തു കൊടുക്കുക, വീടില്ലേ വീട് വെച്ച് കൊടുക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയ 2850 വിവാഹങ്ങൾ പാടന്തറ മർക്കസിൽ നടന്നിട്ടുണ്ട്. ഒരു വലിയ സംഘടനാ സംവിധാനത്തിലൂടെ ഈ നടന്നൊരു വലിയൊരു സമൂഹ വിവാഹം. എത്ര സഹോദര മതസ്ഥരായ ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും ക്ഷേത്രത്തിൽ വെച്ചല്ലേ അവരുടെ വിവാഹ ചടങ്ങുകൾ നടന്നത്. നമ്മുടെ നാട്ടിൽ അതൊക്കെ നടക്കട്ടെ. അതൊക്കെയാണ് മതേതരത്വം, അതൊക്കെയാണ് മാതൃകയാക്കാൻ പറ്റുന്നത്. മറിച്ച് അവരുടെ വിശ്വാസത്തെ പോലും വ്രണപ്പെടുത്തുന്ന രൂപത്തിൽ ഇത്തരത്തിലുള്ള അല്പത്തരവും ജാടകളും തരംതാണ പരിപാടികളും അത് എന്തിന്റെ പേരിലാണെങ്കിലും ദയവ് ചെയ്ത് നിർത്തണം എന്ന് വളരെ സ്നേഹത്തോടെ വളരെ താഴ്മയായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പടച്ചവൻ എല്ലാവർക്കും സന്തോഷം നൽകട്ടെ.